നങ്ങേലേ, ഞാനൊരു ദുഷ്ടനല്ലേ? എന്നാരാ പറഞ്ഞേ? എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ആരെങ്ങനെ പെരുമാറിയാലും അതിനൊക്കെ എന്തെങ്കിലും കാരണമില്ലാതിരിക്കുവോ? അത് നേരാ നീ പറഞ്ഞത്. ദൈവം തമ്പുരാന്റെ മുന്നിലായാൽ പോലും തോറ്റു കൊടുക്കാൻ ശങ്കരൻകുട്ടിമേനാവില്ല. അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം. എനിക്കത് ചെയ്തേ പറ്റൂ. അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവുക. അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നീ പേടിക്കണ്ട. പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല. ഇതിനിടത്തട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല. ഒരാളെ ഇതിൻ്റെ മുമ്പിലുള്ളൂ. കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടിമേനോൻ. ശങ്കരൻകുട്ടിമേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞേ. ഇല്ല. ആ, അതാ പറഞ്ഞത്. ഇത് നടക്കും. എന്നിട്ടൊരു 5 കൊല്ലം കഴിയട്ടെ. അച്ഛൻ ചെയ്തു തന്ന ഉപകാരത്തിന് അന്ന് എൻ്റെ മോൾ എന്നോട് നന്ദി പറയും. നീയും. അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും, തീർച്ച. അമ്മിണിയും വേലായുധൻകുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളെ കാലത്ത് 6 മണിക്ക് പഴനിക്ക് ഒരു ബസ് ഉണ്ട്. അതിന് 2 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമ്മിണിക്കുട്ടിക്കും ഒന്ന് കുഞ്ഞിക്കാതർ. ടിക്കറ്റ് ഇപ്പൊ ആര് പോയാലും കിട്ടും. പക്ഷേ അമ്മിണിക്കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ. കണ്ടു കഴിഞ്ഞു പോലെ. ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത്. അതാ നോക്കി. ശരി. അല്ല, ഇതാര് വാസുവോ? എന്താ അത്ര സംശയം? ഇപ്പോഴാണ് മീശയില്ല വാസു മീശയുള്ള വാസു ആയത്. ഓൻ കാല് മാറി. തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു. എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടിയുടെ തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല. അതൊരു പ്രത്യേക തരം തലയാണ്. അപ്പോഴേ കാർ റെഡി. അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും. അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തള്ളിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മേനോൻ ശബ്ദം കേൾക്കും. കറക്റ്റ്. 6 മണിയുടെ ബസ്സിന് കുഞ്ഞിക്കാതറും അമ്മണിയും പഴനിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങിയലമ്മ മേനോനെ ഉണർത്തു. ഇന്നാ മോളെ, മോള് വേഗം പൊയ്ക്കോ. പൊയ്ക്കോ. വേഗം വാ. അവരെന്താ കാണാത്ത? ഒന്ന് ഹോൺ അടിച്ചാലോ? മണ്ടത്തരം കാണിക്കല്ലേ. ഹോൺ അടിച്ചാൽ മേനോൻ കേൾക്കൂലെന്ന്. വെറുതെ വിവരക്കൂടെ ഓരോന്ന് പറയാണ്ട്. അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോയിട്ടാണ് ഹോൺ അടിച്ചു വിളിക്കാൻ. എല്ലാരും കൂടെ കൂടി കയറി മീതിക്ക് വില കുത്തിന്ന വണ്ടി ഉള്ളതാരെ ശങ്കരോട്ട് വന്നു. ശരിയാണ്. ഇറങ്ങ് വേഗം. നല്ല കാര്യത്തിനല്ലേ ഇന്ന് ഞാൻ ഓടിക്കാം. ഇതുപോലെ വീസ പൈനക്ക് വാസു. അമ്മിണിയെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് ചേർന്നതാ. കൊച്ചു കള്ള. ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ണാനാ? തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിണിക്കുട്ടി പറഞ്ഞാൽ താൻ വന്ന് ലോക്കപ്പിൽ കിടക്കുവോ? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ഉണ്ട്. കോടതി പോയാ താൻ പറയുന്നില്ല അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ. എന്നാ പിന്നെ പോകുന്നതാ നല്ലത്. ഈ കേസ് നിൽക്കില്ല. എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ. എൻ്റെ ഒരു അപേക്ഷയാണ്.
നീയും എന്നെ ചതിച്ചു അല്ലേടാ? മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ? അളിയോ, എന്നെ തോൽപ്പിച്ച് കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാ. സാരമില്ല മോളെ, നിന്റെ കുട്ടിയേട്ടൻ്റെ അടുത്തെത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും. എന്റെ മോള് സമാധാനപ്പെട. എനിക്കിനി കുട്ടിയേട്ടന് ഒരിക്കലും കിട്ടില്ലമ്മ. കുട്ടിയേട്ടൻ എന്നെ വിട്ടു പോവും. എന്നെ എല്ലാവരും ഒറ്റക്കാക്കിട്ട് പോവും. മുരുക, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് മുരുക? കുഞ്ഞിക്കാതർ എവിടെ മുരുക? അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞ എന്റെ അമ്മണി എവിടെ മുരുക? മുരുക, ഞാൻ ഇങ്ങ இருக்கிறேன் சார். டாபா வந்திருக்காரு, வண்டியில உட்காந்துருக்காரு. ஆமா, അപ്പൊ എന്റെ അമ്മണിക്കുട്ടി ഉണ്ടാവും മുരുക. നോക്കണ്ട, ഓളില്ല. ഇല്ലേ? പടച്ചോന്റെ കിതാബിൽ എഴുതിയ വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ. മനസ്സിലായില്ല കുഞ്ഞിക്കാതറെ? നമ്മൾ വിചാരിച്ച ഒരൊറ്റ സംഗതി നടന്നില്ല. നടന്നില്ലെന്ന് മാത്രമല്ല, ഒടുക്കം നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി. എന്താണ് ഉണ്ടായത്? ഉണ്ടായത് എന്താന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോൾ തന്നെ നേരം വെളുക്കും. അമ്മിണിക്കുട്ടിനെ ആൺകുട്ടികൾ കൊണ്ടുപോയി ചെയ്യും. ആ ശങ്കരൻകുട്ടി മേനോൻ എന്ന് പറഞ്ഞ സാധനല്ലേ, ഒരു കടോൽ ഖജന. അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി മലത്തി അടിച്ചാലിഞ്ഞു മോനെ. ഞാൻ മരിക്കാൻ പോവാ. എന്നാ പിന്നെ ആർക്കൊരു വിഷമമില്ലല്ലോ. ഇത് കുറച്ച് നേരത്തായിരുന്നു നമുക്ക് വസൂലി ലാഭമായിരുന്നു. ഞാൻ ഇനി എന്താ ചെയ്യാ കുഞ്ഞിക്കാതറെ? ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തും ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുക. ഒരു വഴിയുണ്ട്, ഒരൊറ്റ വഴി. ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണോ? വഴി അപകടമില്ലാത്താണെങ്കിൽ തയ്യാറാ. നിന്റെ ആനന്ദവല്ലിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തടിയൂരി നാട്ടിൽ പോകാൻ നോക്ക്. എന്നിട്ട് ഒച്ചപ്പാടൊന്നുമില്ലാതെ പോലീസിലൊരു പരാതി എഴുതി കൊടുക്ക്. പോലീസ് ആവുമ്പടിയോടുകൂടി അമ്മിണിക്കുട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്യം നടത്തിയിട്ടില്ല, അത് കാണാൻ ഞാൻ വരുന്നുണ്ട്. നീ പോ മുരുക. ആ, കുറെ ദിവസമായി പണി നടന്നിട്ട് വിട് ബസ് സ്റ്റാൻഡിലേക്ക്. ഹൈ ഹൈ